കഴിച്ചിറക്കിയ ഭക്ഷണം വീണ്ടും അത് പുറത്തോട്ട് റീഗർജിറ്റേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് വായിൽ വെച്ച് എയ്തർ അത് ചവക്കും അല്ലെങ്കിൽ അത് തുപ്പിക്കളയും. ഈറ്റിംഗ് ഡിസോർഡർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഹെൽത്ത് കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ സൈക്യാട്രിസ്റ്റുകൾ മാത്രമല്ല, ഫിസിഷ്യൻസും സർജൻസും ഒക്കെ കൂടി ഒരു ടീമായിട്ടാണ് യൂഷ്വലി നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യാറ്. ബുലീമിയ നെർവോസ. അപ്പൊ ഈ വിഭാഗത്തിലുള്ള ആളുകൾ ഒരുപാട് എമൗണ്ടിൽ ഭക്ഷണം എടുത്ത് കഴിക്കും. അതൊരു കാലറി ഇൻടേക്കിൽ കുറിച്ച് അവർക്കൊരു ഗിൽറ്റ് ഉണ്ടാവും. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അവരെയും എയ്തർ വിരൽ ഉള്ളിലിട്ട് ഛർദ്ദിക്കുക, കേൾക്കുമ്പോൾ വിയേർഡായി തോന്നുമെങ്കിലും അവർ ചെയ്യുന്നൊരു ബിഹേവിയർ ആണ്. അതേപോലെ തന്നെ അമിതമായ രീതിയിൽ ലാക്സേറ്റീവ്സ്, വയർ ഇളക്കാനുള്ള മരുന്നുകൾ കഴിക്കുക മുതലായ ബിഹേവിയേഴ്സ് ഇവർ എക്സിബിറ്റ് ചെയ്യും. പിന്നെ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയും. അമിതമായ അളവിൽ, അതും പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡാണ് ഇവർ കൂടുതലായിട്ട് കഴിക്കുക. ഷോർട്ട് പീരീഡിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ ഇവർ കഴിച്ചുകൊണ്ടിരിക്കും. ഇനി പൈക്ക എന്ന് പറയുന്ന ഡിസോർഡർ ആണ്. അപ്പൊ നമ്മൾ യൂഷ്വലി ആരും നോർമലി കഴിക്കാത്ത വസ്തുക്കൾ, ഇതിപ്പോൾ മണ്ണായിരിക്കാം, ചോക്കായിരിക്കാം, ചിലർ ഐസ് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ലാത്ത ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കും. റൂമിനേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞൊരു വിഭാഗം. ഒരിക്കൽ കഴിച്ചിറക്കിയ ഭക്ഷണം വീണ്ടും അത് പുറത്തോട്ട് റീഗർജിറ്റേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് വായിൽ വെച്ച് എയ്തർ അത് ചവക്കും അല്ലെങ്കിൽ അത് തുപ്പിക്കളയും. യൂഷ്വലി ഭക്ഷണം കഴിച്ചൊരു 30 മിനിറ്റിന് ശേഷമാണ് ഇവർ ഈ ബിഹേവിയേഴ്സ് എക്സിബിറ്റ് ചെയ്യുക. ഇനി നൈറ്റ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. രാത്രി ഒരു പക്ഷേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടായിരിക്കാം അമിതമായ അളവിൽ കൂടുതൽ ഇങ്ങനത്തെ ജങ്കും പ്രോസസ്ഡ് കാലറി ഫുഡ് കഴിക്കും. ഇത് അമിതവണ്ണത്തിന് ഇടയാക്കാറുണ്ട്. ഓർത്തോറെക്സിയ എന്നൊരു മറ്റൊരു വിഭാഗം ഉള്ള ആളുകളുണ്ട്. ഓർത്തോറെക്സിയ ഉള്ളവർ ഹെൽത്ത് അസോസിയേറ്റഡ് ഒബ്സഷൻ ആയിരിക്കും. അപ്പോൾ അവർ കമ്പൽസീവ്ലി ഓരോ കാര്യങ്ങളുടെയും കാലറി കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും, ന്യൂട്രിറ്റീവ് വാല്യൂ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവർ ഭയങ്കര പർട്ടിക്കുലർലി ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. എത്രയും നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്കിതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നേടാം.